ഇവൻ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും 2ാം സ്ഥാനത്തായിരുന്നു. അതിനാൽ ടോപ്പറായ അവളെ മാത്രം അനുകരിക്കാൻ അവൻ തീരുമാനിച്ചു. ഒരിക്കൽ വെള്ളമില്ലാതെ ഒരു പാക്കറ്റ് ഇൻസ്റ്റന്റ് കോഫി മുഴുവൻ അവൾ തിന്നുന്നത് കണ്ട് അവൻ 2 പാക്കറ്റുകൾ വാങ്ങി അങ്ങനെ തന്നെ കഴിച്ചു. ഇത് കണ്ട് അവൾ ഞെട്ടിപ്പോയി. മറ്റൊരു ദിവസം ഒരു ചോദ്യം ചെയ്യാൻ ടീച്ചർ 2 പേരെയും ബ്ലാക്ക് ബോർഡിലേക്ക് വിളിച്ചപ്പോൾ അവൻ വേഗത്തിൽ എഴുതി തുടങ്ങി. പെട്ടെന്ന് അവളുടെ ചോക്ക് ഒടിഞ്ഞതിനാൽ അവൻ അവൾക്ക് മുൻപ് ഉത്തരം എഴുതി തീർത്തു. അങ്ങനെ ഭാഗ്യം കൊണ്ട് അവൻ ജയിച്ചു. അഹങ്കാരത്തോടെ അവളുടെ ഉത്തരവും അവൻ തന്നെ ബോർഡിൽ എഴുതി. എന്നാൽ അന്ന് അവൾ തനിക്കുമേ മുൻപേ സ്കൂളിൽ എത്തിയിരുന്നു എന്നറിഞ്ഞപ്പോൾ അവളെ തോൽപ്പിക്കാൻ പിറ്റേന്ന് അവൻ സ്കൂട്ടറിലാണ് വന്നത്. ഉച്ചയ്ക്ക് അവൾ ഒരു നേന്ത്രപ്പഴം മാത്രം കഴിക്കുന്നത് കണ്ട് അവൻ തന്റെ ഉച്ചഭക്ഷണം മാറ്റിവെച്ച് ഒരു പഴം മാത്രം കഴിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. വൈകുന്നേരം സ്റ്റഡി റൂമിൽ ബോധം കെടും വരെ പഠിച്ചിട്ടും അവൾ വീണ്ടും പഠിക്കുന്നത് കണ്ട് അവൻ അവളുടെ മുന്നിലിരുന്ന് പഠനം തുടർന്നു. അങ്ങനെ 2 പേരും രാത്രി മുഴുവൻ പഠിച്ചതിനാൽ പിറ്റേന്ന് അവൻ കണ്ണിനു താഴെ കറുത്ത പാടുകളുമായി വന്നപ്പോൾ അവൾ നല്ല ഉന്മേഷത്തിലായിരുന്നു. ക്ലാസ് കഴിഞ്ഞതും അവൾ പെട്ടെന്ന് ബോധം കെട്ടു വീണു. തൊട്ടു പിന്നാലെ അവനും വീണു. ബോധം കെടുന്നതിൽ പോലും താൻ 2ാമതായല്ലോ എന്ന് തറയിൽ കിടന്ന് അവൻ നിരാശയോടെ ഓർത്തു. പിന്നീട് ആശുപത്രിയിൽ വെച്ച് ഉണർന്നപ്പോഴും അവൾ പഠിക്കുന്നത് കണ്ട് എങ്ങനെയെങ്കിലും അവളെ തോൽപ്പിക്കുമെന്ന് അവൻ പ്രതിജ്ഞയെടുത്തു. എന്നാൽ അമ്മയുടെയും സമൂഹത്തിന്റെയും സമ്മർദ്ദം കൊണ്ടാണ് അവൾ അങ്ങനെ പഠിച്ചതെന്ന് അവൻ അറിയില്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം 2 പേരും പരീക്ഷകൾ ജയിച്ച് ഉയർന്ന നിലയിലെത്തി. അവൻ സോഷ്യൽ മീഡിയയിൽ പ്രശസ്തനായ പണക്കാരനായ പ്ലാസ്റ്റിക് സർജനായി. പക്ഷേ ഒരു സർജറി പാളിയതോടെ അവന്റെ ജീവിതം തകർന്ന് മാനസികമായി തളർന്നു. അവൾ അമ്മയെ സന്തോഷിപ്പിക്കാൻ മാത്രം ഡോക്ടറായതിനാൽ വിഷാദരോഗത്തിലാവുകയും ജോലി ഉപേക്ഷിക്കുകയും ചെയ്തു. ജീവിതത്തിന്റെ ഈ തകർച്ചയിൽ അവർ വീണ്ടും കണ്ടുമുട്ടുകയും പരസ്പരം വേദനകൾ മനസ്സിലാക്കി ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ പഴയ വേദനകളിൽ നിന്ന് അവർ പതുക്കെ സുഖം പ്രാപിച്ചു. പണ്ട് സ്കൂളിൽ അകന്നു കഴിഞ്ഞിരുന്ന അവർ കാലം കടന്നുപോയപ്പോൾ വീണ്ടും അടുത്തു.